രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൂടെ മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ. 66,000-ൽ പരം വോട്ട് നേടാൻ കഴിഞ്ഞത് നിസ്സാരമല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച വിജയം നേടാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ പാർട്ടിയുടെ തിരിച്ചുവരവാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കേണ്ടത്. മൃഗീയ ഭൂരിപക്ഷം UDF നേടിയേനെ. അൻവർ വോട്ട് പിടിച്ചോ എന്ന് പരിശോധിക്കും. പാർട്ടി ചിഹ്നം വന്നതുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്നത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിനെ അംഗീകരിച്ച് അതിനെ സ്വാധീനിച്ച ഒരു രാഷ്ട്രീയ നേതാവല്ലേ, അതിന്റെ രാഷ്ട്രീയ ഘടകല്ലേ UDF. എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? നിങ്ങളൊന്നും ആലോചിക്കുക. എത്ര കാലം എന്താ ന്യായം അതിനൊക്കെ പറയാം? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാ വർഗീയവാദികളുടെയും വോട്ട് വാങ്ങുന്നുണ്ട്. ഒരു വർഗീയവാദികളുടെ മാത്രമല്ല. ബിജെപിന്റെ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞതെന്താ, ഞങ്ങളുടെ വോട്ട് ചോർന്നിരിക്കാം. 17,000 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടി കഴിഞ്ഞ BJP ആണ്. ഇപ്പം എത്ര കിട്ടിയത്? 8,000 സംതിങ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയെന്ന് എനിക്കറിയില്ല, എൻ്റെ വ്യക്തമായ കണക്കെൻ്റെ കയ്യിലില്ല. പക്ഷെ വോട്ടെല്ലാം ഏത് വർഗീയവാദ ഞങ്ങൾ നിർത്തുന്ന നിലപാടെന്താ? ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. UDF എടുത്ത നിലപാടെന്താ? എല്ലാ വർഗീയവാദികളും ഞങ്ങളിലേക്ക് വരും. ഇതല്ലേ അവരുടെ നിലപാട്. രണ്ടും വ്യത്യസ്തമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. നമ്മൾ ഓരോരു മനുഷ്യനായി നിലനിൽക്കണം എന്നുള്ളതിന്റെ സമരമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതല്ല വലതുപക്ഷത്തിന്റെ. എല്ലാ തീവ്രവാദികളെയും ഒരുമിപ്പിച്ച് നിർത്തി ഞങ്ങൾക്ക് എങ്ങനെങ്കിലും ഇനി കഴിഞ്ഞ 9 കൊല്ലം ഭരണത്തിന് പുറത്താണ്, ഇനി എങ്ങനെങ്കിലും ഭരണത്തിൽ കയറി. അതിനെന്തൊക്കെ വിക്രിയകളാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്. നിങ്ങളവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പൊ ജയിച്ചതിന്റെ ശേഷം നിങ്ങൾ ഇറങ്ങിയിട്ടുള്ള റീൽസുകളൊന്നും വെച്ച് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം വെച്ചുവെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓരോരുത്തർ PC വിഷ്ണുനാഥ് ഒന്നിടുമ്പോ മറ്റേ ഷാഫി പറമ്പ് ഇവരൊക്കെ ഒരു ക്യാമറ സെറ്റുമായിട്ട് നടക്കുക. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? എന്നിട്ട് അതിനെ ബാഹ്യ രൂപത്തിൽ പർവ്വതീകരിക്കുകയാണ് നിങ്ങൾ. ഞാനിപ്പോ കണ്ട റീൽസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഓരോരുത്തരും അതൊക്കെ ഉണ്ടാക്കുന്ന ഉൾപ്പിരിവുകളുണ്ട്. അത് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും, അതിലൊന്നും സംശയമില്ല. അൻവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അൻവറിന് തന്നെ ബോധ്യമില്ല. അൻവറിന്റേത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. LDF-ൽ തുടരാൻ കഴിയാത്തതുകൊണ്ട് UDF-ൽ കയറിപ്പറ്റാൻ ശ്രമം നടത്തുകയാണ്. ഭരണവിരുദ്ധ വികാരം എവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും വോട്ടിംഗ് ഇങ്ങനെ വരിക, വോട്ടിംഗ് പാറ്റേൺ ഇങ്ങനെ വരിക. ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ച് ഇങ്ങനെ അല്ലല്ലോ. 66,000 വോട്ട് കിട്ടിയാൽ പാർട്ടിയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സാധാരണ പാർട്ടി മെമ്പർമാരും അനുഭാവികളടക്കമുള്ള പാർട്ടിയുടെ ബേസ് മുഴുവൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. അപ്പം മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് UDF പോകണ്ട. അങ്ങനെ ഒരു ഭൂരിപക്ഷം പോയിട്ടുണ്ടായിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ പിന്നെ അൻവർ പിടിച്ച വോട്ടുകളുടെ ഇത് തുലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് യാതൊരു തരത്തിലുള്ള രീതിയിലുള്ള ഗവൺമെന്റിനെതിരായിട്ടൊരു വിജയസ്ഥാനത്തൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. അത് മൂന്നാമതൊരു ഘടകം അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെ രീതിയിൽ വർക്കൗട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. ഈ അൻവർ പറയുന്നത് അൻവർ പിടിച്ച വോട്ടുകളിൽ കൂടുതലും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ്. ഞങ്ങൾ പരിശോധിക്കട്ടെ, ഇടതുപക്ഷത്തിന്റെ വോട്ടാണോ പിടിച്ചത്, അത് എങ്ങനെ പിടിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ ഞങ്ങൾ നോക്കാം. ബൂത്ത് തലത്തിലുള്ള കണക്ക് വന്നാൽ ഞങ്ങൾക്കത് പറയാൻ കഴിയും ഏത് തരത്തിലാണ് വോട്ട് പിടിച്ചെന്നുള്ളത്, എങ്ങനെയാണ് അൻവർ ഏതൊക്കെ ഘടകങ്ങൾ ആശ്രയിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കണക്കിങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് മുഴുവൻ എത്തിയാൽ നമുക്ക് ബൂത്ത് തലത്തിൽ തന്നെ അത് പരിശോധന നടത്തിയ കണക്കുകൾ വന്നതിന് ശേഷം പറയാം. തോറ്റെങ്കിലും ആത്മവിശ്വാസം തരുന്ന തെരഞ്ഞെടുപ്പാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി മണ്ഡലത്തിൽ ശിഥിലമായിരുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ടാകാൻ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ എല്ലാ വർഗീയവാദികളുടെയും വോട്ട് പിടിച്ചാണ് ജയിച്ചത്. BJP-യിൽ നിന്നുൾപ്പെടെ വോട്ട് ചോർന്നുവെന്നും ഇ ജയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ്. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ.